ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞാനും സാറും എത്തിയിട്ടുള്ളത് പബ്ലിക് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. സോ ആനുവൽ എക്സാമിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർച്ച് മാസം 5-ാം തീയതിയും 6-ാം തീയതിയൊക്കെയാണ് നമുക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിള്ളേർക്ക്. സോ നമുക്കിപ്പോൾ നിലവിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത്, മുന്നോട്ടുള്ള പാതയിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുള്ളൂ. അത് നമ്മൾ നോക്കുന്ന സമയത്ത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അല്ലേ സാർ? കുറച്ച് ദിവസം മാത്രമേ. ടോട്ടൽ നമുക്ക് എത്ര ദിവസം ബാക്കിയുണ്ട് നമുക്ക് പറയാൻ പറ്റും? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 മാസമുള്ള പോലെ നമുക്ക് ഫീലിംഗ് ഉണ്ടാവും മിസ്സേ. പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നവംബർ 2-ാം തീയതി മുതൽ നമുക്ക് ഏകദേശം 125-124 ഡേയ്സേക്ക് ഉണ്ടാവും. നമുക്കൊരു 120 ഏകദേശം കൺഫേം ആക്കാം. ഈ 120 ദിവസമായിരിക്കും നമുക്കിപ്പോൾ ടോട്ടലി എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ പിള്ളേർ വിചാരിക്കുന്നുണ്ടാവും 120 ദിവസമൊക്കെ എക്സാമിനേഷൻ ഇല്ലേ എന്നുള്ളത്. ശരിക്കും അത്ര ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്, ഒരുപാട് എക്സാമുകളും പ്രാക്ടിക്കലും കാര്യങ്ങളും അല്ലേ സർ? എക്സാംസിന്റെ കേസിലേക്ക് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ മാസം നമുക്ക് ഹാഫ് ഇയർ എക്സാം വരാനുണ്ട്. ഇനി അത് കഴിഞ്ഞ് ജനുവരി 22-ാം തീയതിയോട് കൂടി +2 പഠിക്കുന്ന സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽസ് വരാനുണ്ട് ലാബിന്റെ. ഓക്കെ, ദെൻ ഫെബ്രുവരി 16 മുതൽ 26-ാം തീയതി നമുക്ക് മോഡൽ എക്സാം വരാനുണ്ട്. കൂടാതെ നമുക്ക് എന്തുണ്ട്, ആനുവൽ എക്സാം. സോ നമ്മുടെ മുമ്പിലേക്ക് ഈ 3 എക്സാംസ് നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം മോഡൽ എക്സാമിന് മാത്രം 10 ദിവസത്തിൽ കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ക്രിസ്മസ് എക്സാംസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിയർലി ആ ഒരു ഏകദേശം 10 ദിവസം നമുക്ക് എന്താണ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സാറ് പറഞ്ഞ പോലെ എക്സാം മാത്രമല്ല, നിങ്ങളുടെ സ്കൂളിൽ ഇപ്പം സ്കൂൾ ടൂർ ഉണ്ടാകും, അതേപോലെ തന്നെ കായികോത്സവം, കലോത്സവം, ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ 120 ദിവസത്തിൽ നിന്നും എക്സാം അല്ലാതെ കുറച്ച് സെലിബ്രേഷൻ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ദിവസങ്ങൾ പോകും. സോ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 ഡേയ്സ് നിങ്ങളുടെ കയ്യിൽ എക്സാമിന് വേണ്ടി പഠിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ? എക്സാക്ട്ലി. അപ്പം നമ്മൾ നേരത്തെ നോക്കുമ്പോൾ 4 മാസം 120 ദിവസം. സോ ഇപ്പം കറക്റ്റ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ കാര്യം നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഓക്കെ, ഈ വരാനുള്ള പ്രോഗ്രാംസിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലും മോഡൽ എക്സാംസിന്റെ കേസ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. 120 ദിവസം ഉണ്ടല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ ആക്ച്വലി നമുക്ക് അത്ര എഫക്റ്റീവ് ഇല്ല. ഓക്കെ, ആകെ 90 ദിവസം, 3 മാസം മാത്രമേ മുമ്പിലുള്ളൂ. ഓക്കെ മിസ്, ഇനി പോർഷൻസിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 3 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നത്തോളം പോർഷൻസ് ആണോ നമ്മുടെ കയ്യിലുള്ളത്? ഓരോ സബ്ജക്റ്റിനും ഒരുപാട് ചാപ്റ്ററുകൾ നമുക്ക് തീർക്കാനുണ്ട്. എക്കണോമിക്സിന്റെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12-11 ചാപ്റ്ററോളം തീർക്കാനുണ്ട്. അതേപോലെ തന്നെ +1-ലാണെങ്കിൽ നമുക്കത് 17 ചാപ്റ്റർ ആണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഒരുപാട് ചാപ്റ്ററും പോർഷൻസും നമുക്ക് തീർക്കാനുണ്ട്. തീർച്ചയായിട്ടും. സോ ഈ ഡേയ്സിനെ കൂടെ നമുക്ക് തീർക്കണം. അതെ. സാർ, ഇനി നമുക്ക് ഈ പബ്ലിക് എക്സാമിന് ഇടയ്ക്ക് ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് പഠിക്കാനോ ഗ്യാപ്പുകൾ ഉണ്ടാവുമോ? നമുക്ക് നോക്കാം. ഇപ്പൊ +2-കാരെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 7-ാം തീയതി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാം ആണ് അവർക്ക് ഉണ്ടാവുക. ദെൻ 10-ാം തീയതി ബിസിനസ് സ്റ്റഡീസ്, 12th പാർട്ട് 2, ഓക്കെ, 17th മാത്സ്, 19th എക്കണോമിക്സ്, 24th CAയും പൊളിറ്റിക്സും വരുന്നുണ്ട്, 26th അക്കൗണ്ട്സ്, 28th ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് +2-കാരുടെ ടൈം ടേബിൾ വരുന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിൽ നമുക്ക് എന്തില്ല, ഗ്യാപ്പുകളില്ല. വെറും 1-2 ദിവസങ്ങൾ മാത്രമേ കുട്ടികളെ ഗ്യാപ്പ് കിട്ടുന്നേ ഉള്ളൂ. സോ ലാസ്റ്റിലേക്ക് ഈ എക്സാംസിന്റെ ഗ്യാപ്പ് കിട്ടും പഠിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. സോ അവർക്ക് പണി കിട്ടും. എക്സാക്ട്ലി. സോ നേരത്തെ നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉപകാരത്തിൽ പെടുള്ളൂ. ഈ പഠിക്കുന്നതും ഈ ഒരു വർഷത്തെ നമുക്കൊരു കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നേരത്തെ തുടങ്ങിയാലേ നമുക്ക് ഉപകാരം ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ സാർ +2 പറഞ്ഞ പോലെ തന്നെ +1-കാരുടെ ടൈം ടേബിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 5-ാം തീയതി ഇംഗ്ലീഷ് ആണ്, 9-ാം തീയതി അക്കൗണ്ടൻസി, 11-ാം തീയതി നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ്, 13-ാം തീയതി ബിസിനസ് സ്റ്റഡീസ്, 16-ാം തീയതി പൊളിറ്റിക്സ്, CA, 18-ാം തീയതി സ്റ്റാറ്റിസ്റ്റിക്സ്, 25-ാം തീയതി എക്കണോമിക്സ് ആൻഡ് ലാസ്റ്റ് എക്സാം നിങ്ങൾക്ക് 27-ാം തീയതി മാത്സ് ആണ്. സാർ +2-ൽ പറഞ്ഞതുപോലെ തന്നെ +1-ൽ നിങ്ങൾക്ക് എന്തില്ല, തീരെ ഗ്യാപ്പ് ഇല്ല. അപ്പം സാർ പറഞ്ഞ പോലെ ഗ്യാപ്പിൽ പഠിക്കാനിരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ കുടത്തിൽ ഇങ്ങനെ വെള്ളം നിറച്ചുകൊണ്ട് വന്ന് അവസാനം കുടം തല്ലി താഴെ ഇട്ട് പൊട്ടിക്കുന്ന അവസ്ഥയാകും പബ്ലിക് എക്സാമിലേക്ക് എത്തുന്ന സമയത്ത്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ പഠിക്കുന്നത് പബ്ലിക് എക്സാമിലേക്കൊക്കെ വേണ്ടിയാണ്. മിക്ക കുട്ടികളും ഫുൾ A+, ഫുൾ മാർക്കിനൊക്കെ വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. ഇപ്പൊ കുട്ടികളെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നവംബർ ആയിട്ടും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പിള്ളേരുണ്ടാവും. സോ മക്കളെ, നിങ്ങൾ ആരും ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ടീംസ് ആയാലും നമ്മൾ നിങ്ങളെ കൂടെ തന്നെയുണ്ട്, ഒന്നുകൊണ്ടും വിഷയമാക്കണ്ട. ഇപ്പൊ മിസ്സേ ആപ്പ് ലൈവിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലും യൂട്യൂബ് ലൈവിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലും അവർക്ക് ഏത് ടോപ്പിക്കാണ് ഡൗട്ട് ഉള്ളത് ആ ടോപ്പിക്ക് നമ്മൾ യൂട്യൂബിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ പോയി നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നമ്മൾ ഓരോരുത്തരും കട്ടയ്ക്ക് ഉണ്ടാവും, ഒന്നുകൊണ്ടും വിഷയമാക്കണ്ട. അതേപോലെ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും ലൈവ് ആയിട്ടും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓരോ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആപ്പ് ലൈവിന്റെ കാര്യം പറയാനാണെങ്കിൽ ആപ്പിൽ നമ്മൾ ഏകദേശം ചാപ്റ്റർ ഒക്കെ തീരാറായിട്ട് വന്നു. ഇനി നമുക്ക് റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനി ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് ഇനി പഠിച്ചു തുടങ്ങണം, ഇത്ര ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ സീരിയസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാമിലേക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എക്സാക്ട്ലി. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ ആപ്പിൽ നമുക്ക് എന്തുണ്ട്, എൻഡ് ഗെയിം ബാച്ചസ് ഉണ്ടാവും. ഓക്കെ, റിവിഷൻ ബാച്ചസ് ആണ് സൈലത്തിന്റെ. സോ ആ റിവിഷൻ ബാച്ചിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ മീൻസ് ഫസ്റ്റ് ചാപ്റ്റർ മുതലേ നമ്മൾ നിങ്ങൾക്ക് റിവിഷൻ തരും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ
ചാപ്റ്റർ മുതലേ നമ്മൾ നിങ്ങൾക്ക് എന്താ പറയുക ഓരോ പോർഷൻസും നിങ്ങൾക്ക് എടുത്തു തരും. കൂടാതെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടും. റിവിഷൻ കിറ്റ് ഉണ്ടാകും സൈലത്തിൻ്റെ. സോ ഇതൊക്കെ നോക്കി പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഓരോരുത്തരും കിട്ടും. സോ എന്ത് ചെയ്യുക, അങ്ങനെ റിവിഷൻ്റെ കൂടെ സൈലത്തിൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ സൈലത്തിൻ്റെ ചാനൽ എന്ത് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. മാത്രമല്ല ആപ്പ് എന്ത് ചെയ്തോ, പർച്ചേസ് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ പബ്ലിക് എക്സാമിലേക്ക് എല്ലാ മക്കൾക്കും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റട്ടെ. നമ്മുടെ സൈലം ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്.